രാജ്യത്തെ ഏറ്റവും മികച്ച കുറ്റാന്വേഷണ ഏജൻസികളിൽ ഒന്നാണ് കേരള പോലീസ് എന്ന് നമ്മൾ മേനി പറയാറുണ്ട്. ഒരു കുറ്റകൃത്യം നടന്നാൽ പ്രതിയെ ഏതറ്റം വരെയും പോയി പിടിക്കും. തെളിവുകൾ പോലും കിട്ടാത്ത കേസുകളിലും കുറ്റക്കാരെ കണ്ടെത്തും. 10-20 വർഷങ്ങൾക്ക് ശേഷം കൊലയാളികളെ പിടികൂടിയ ചരിത്രവും കേരള പോലീസിനുണ്ട്. പ്രതികളെ കണ്ടെത്താൻ നമ്മുടെ പോലീസിന് അതിവൈദഗ്ധ്യമുണ്ട്. പക്ഷേ കുറ്റക്കാർക്ക് ശിക്ഷ നേടിക്കൊടുക്കാൻ എന്തുകൊണ്ടാണ് അവർക്ക് സാധിക്കാത്തത്? ഇടുക്കി വണ്ടിപ്പെരിയാറിൽ 5 വയസ്സുകാരിയെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെയും കാസർകോട്ടെ റിയാസ് മൗലവി വധക്കേസിലെയും വിധികെട്ട് ഞെട്ടിത്തരിച്ചവരാണ് നമ്മൾ. ഇപ്പോൾ കോട്ടയത്തെ കോടതി നിന്ന് മറ്റൊരു നിരാശപ്പെടുത്തുന്ന വിധി കൂടി. 9 വർഷം മുൻപ് നടന്ന പ്രമാദമായ സിസ്റ്റർ ജോസ് മരിയ കൊലക്കേസിൽ പ്രതിയെ കോടതി വെറുതെ വിട്ടിരിക്കുന്നു. എന്താണ് ആ കേസിൽ സംഭവിച്ചത്? പോലീസ് പട്രോൾ പരിശോധിക്കുന്നു. സ്വാഗതം. കന്യാസ്ത്രീ മഠങ്ങൾ ലക്ഷ്യമിട്ട് കവർച്ച നടത്തുന്നതിൽ വിദഗ്ധനാണ് കാസർഗോഡ് സ്വദേശി സതീഷ് ബാബു. മോഷണം തടയാൻ ശ്രമിച്ചാൽ ആരെയും കൊലപ്പെടുത്തും. 2015 സെപ്റ്റംബറിൽ പാലാ ലിസ്യു കോൺവെന്റിലെ സിസ്റ്റർ അമലയെ കൊലപ്പെടുത്തിയ കേസിൽ പിടിയിലായപ്പോഴാണ് മറ്റൊരു കൊലക്കേസിന്റെ ചുരുളഴിഞ്ഞത്. കോട്ടയം പിണ്ണാക്കനാട് മൈലാടി SH കോൺവെന്റിലെ സിസ്റ്റർ ജോസ് മരിയയെ അതേ വർഷം തന്നെ ഏപ്രിൽ 17-നാണ് ഇയാൾ കൊലപ്പെടുത്തിയത്. ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചിരുന്നു. ആ കേസിന്റെ വിധിക്കായി കാത്തിരിക്കുകയായിരുന്നു നാട്. എന്നാൽ പ്രതി സതീഷ് ബാബുവിനെ കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതി വെറുതെ വിട്ടിരിക്കുന്നു. തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാട്ടിയാണ് കോടതി ഉത്തരവ്. സിസ്റ്റർ അമലയെ കൊലപ്പെടുത്തിയ കേസിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട് ജയിലിലാണ് സതീഷ് ഇപ്പോൾ. കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയാണ് ഇത് സംബന്ധിച്ചുള്ള വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. പ്രതി സതീഷ് ബാബുവിനെ, കാസർഗോഡ് സ്വദേശിയായ സതീഷ് ബാബുവിനെ വെറുതെ വിടുകയായിരുന്നു. 2017-ലാണ് ഈ കേസ് ഉണ്ടാകുന്നത്. അതായത് 2015-ൽ ഈ ജോസ് മരിയ സിസ്റ്റർ പിണ്ണാക്കനാട് മൈലാടി SH കോൺവെന്റിലെ സിസ്റ്ററായ ജോസ് മരിയ കൊല്ലപ്പെടുന്നു. പക്ഷെ അത് തലയ്ക്കടിയേറ്റ് അതായത് നിലത്ത് വീണപ്പോൾ തലയിടിച്ചു മരിച്ചു എന്നുള്ളതായിരുന്നു ആദ്യം പുറത്തു വന്ന സംഭവം. പക്ഷെ പിന്നീട് പാലയിൽ മറ്റൊരു കന്യാസ്ത്രീ കൊല്ലപ്പെട്ടപ്പോൾ, സിസ്റ്റർ അമല കൊല്ലപ്പെട്ടപ്പോൾ ഈ പ്രതി സതീഷ് ബാബുവിനെ പോലീസ് പിടികൂടി. പിന്നീട് നടന്ന ചോദ്യം ചെയ്യലിലാണ് താൻ മറ്റൊരു കൊലപാതകം കൂടി ചെയ്തിട്ടുണ്ട് എന്ന് പോലീസിനോട് പ്രതി വെളിപ്പെടുത്തുന്നത്. ഇതിനെ തുടർന്നാണ് ജോസ് മരിയയുടെ മരണവും ഒരു കൊലപാതകമാണ് എന്ന് പോലീസ് വിലയിരുത്തുന്നത്. ഇതിൽ തുടരന്വേഷണം നടത്തി പോലീസ് കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. പക്ഷെ മതിയായ തെളിവുകൾ ഈ കേസിൽ പ്രതി സതീഷ് ബാബുവിനെതിരെ ഇല്ല എന്നുള്ളതാണ് കോടതി ഇന്നിപ്പോൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളുടെ ഒക്കെ വലിയൊരു അഭാവം ഉണ്ടായിരുന്നു. കാരണം ഈ സംഭവമുണ്ടായി വളരെ കാലങ്ങൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടം പോലും നടത്താതെയാണ് ഈ മൃതദേഹം സംസ്കരിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ അഭാവങ്ങളുടെ ഒരു വലിയ തുടർച്ച ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്ത് പറയാൻ സാധിക്കുന്നത്. അങ്ങനെ കഴിഞ്ഞ 2 തവണ വിധി പറയാൻ ഈ കേസ് വെക്കുകയും പിന്നീട് അത് മാറ്റിവെക്കുകയും ചെയ്തു. പ്രതി ഈ അമല കൊലക്കേസുമായി ബന്ധപ്പെട്ട തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ ശിക്ഷ അനുഭവിച്ചു വരികയാണ്. ആദ്യം വീഡിയോ കോൺഫറൻസ് വഴിയായിരുന്നു ആദ്യ ദിവസം പ്രതി ഹാജരായത്. പക്ഷേ നേരിട്ട് ഹാജരാകണമെന്ന് കോടതി ആവശ്യപ്പെടുകയായിരുന്നു. നേരിട്ട് ഹാജരായെങ്കിലും അന്ന് കോടതി വിധി പറഞ്ഞില്ല. തുടർന്നാണ് ഇന്നിപ്പോൾ കോടതി ഇക്കാര്യത്തിൽ വിധി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പ്രതിയെ വെറുതെ വിടുകയാണ് ചെയ്തിരിക്കുന്നത്. വിധി കൂടുതൽ പഠിച്ച ശേഷം തുടർ നടപടി എന്നതാണ് പ്രോസിക്യൂഷൻ നിലപാട്.